യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം ഒരു ചെറിയ വചനചിന്ത നിങ്ങളുമായി പങ്കുവെച്ച് പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുകയാണ്. പിതാവാം ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം അളക്കുവാൻ കഴിയുന്നതിനും അപ്പുറമാണ്. കാരണം സ്വർഗത്തിലെ തൻ്റെ ഏകജാതനായ പുത്രനെ പാപികളായ നമ്മുടെ പാപമോചനത്തിനായി, നമ്മുടെ നിത്യജീവനായി പുത്രനെ ഈ താണ ഭൂമിയിലേക്ക് അയച്ചു. ഈ വചനം നമുക്ക് വലിയ ഒരു ഉറപ്പ് തരുന്നുണ്ട്. പുത്രനിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയും നശിച്ചു പോകത്തില്ല എന്ന്. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, നീ കടന്നു പോകുന്ന സാഹചര്യം എത്ര വലിയ പ്രതികൂലത്തിൻ്റെ മധ്യത്തിലാണെങ്കിലും നീ നശിച്ചു പോകാൻ, നീ തകർന്നു പോകാൻ ഒരിക്കലും ദൈവം അനുവദിക്കത്തില്ല. ഈ ഭൂമിയിലുള്ള സകല മനുഷ്യരുടെയും സ്നേഹം കല്ലറയുടെ മുൻപിൽ അവസാനിക്കും. അവിടം വരെ മനുഷ്യന് സ്നേഹിക്കുവാൻ സാധിക്കത്തുള്ളൂ. അടക്കം കഴിഞ്ഞ് കല്ലറ അടച്ചു കഴിയുമ്പോൾ എല്ലാവരും പല വഴിക്ക് പിരിയും. എന്നാൽ കല്ലറയ്ക്കപ്പുറം നമ്മുടെ നിത്യത വരെ നിലനിൽക്കുന്ന സ്നേഹമാണ് കർത്താവിൻ്റെ സ്നേഹം. നമ്മൾ പലപ്പോഴും ദൈവത്തെ സ്നേഹിക്കുന്നത് ദൈവത്തിൽ നിന്ന് എന്തൊക്കെ നമുക്ക് കിട്ടും, എന്തൊക്കെ ലഭിക്കും എന്ന് നോക്കിയാണ്. അത് പണമായിരിക്കാം, നല്ല ജീവിത സാഹചര്യങ്ങളായിരിക്കാം, ജീവിതത്തിൻ്റെ ഉയർച്ചയും മാന്യതയും, അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത ആഗ്രഹങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടാണ് പലപ്പോഴും കർത്താവിനെ പലരും സ്നേഹിക്കുന്നത്. ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ കർത്താവ് നിറവേറ്റിത്തരും. നമുക്ക് ആവശ്യമുള്ളതെല്ലാം നൽകിത്തരുവാൻ അവിടുന്ന് മതിയായ കർത്താവാണ്. യാചിപ്പീൻ, എന്നാൽ നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് യേശു പറഞ്ഞത്. എന്നാൽ യേശു നമ്മെ സ്നേഹിച്ചത് നമ്മുടെ കുടുംബം കണ്ടിട്ടോ, നമ്മുടെ പണം കണ്ടിട്ടോ, നമ്മുടെ പദവി കണ്ടിട്ടോ, നമ്മളിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് പ്രതീക്ഷിച്ചുകൊണ്ടോ അല്ല. മറിച്ച് നമുക്ക് വേണ്ടി സ്വന്തം ജീവൻ പോലും കാൽവറി ക്രൂശിൽ ബലിയായി നൽകിക്കൊണ്ടാണ് യേശു നമ്മളെ സ്നേഹിച്ചത്. അതെ, യേശു നമ്മളെ സ്നേഹിച്ചത് സ്വന്തം ജീവൻ നമുക്ക് വേണ്ടി നൽകിക്കൊണ്ടാണ്. ഒരു സംഭവം ഇപ്രകാരം കേട്ടിട്ടുണ്ട്. ഒരു മുക്കുവൻ കടൽ തീരത്ത് ഒരു ചെറിയ കുടിലിൽ താമസിക്കുകയായിരുന്നു. ഒരു മിഷണറി അയാളുടെ വീട്ടിൽ പതിവായി സുവിശേഷം പറഞ്ഞുകൊണ്ട് വരുമായിരുന്നു. എന്നാൽ മിഷണറി തൻ്റെ ദേശത്തേക്ക് പോകുന്നതിന് മുമ്പ് ഒരിക്കൽ യാത്ര ചോദിക്കുവാൻ തൻ്റെ വീട്ടിൽ വന്നു. കൂടെ സുവിശേഷം പറഞ്ഞ മിഷണറിക്ക് എന്തെങ്കിലും ഒരു സമ്മാനം കൊടുക്കണമെന്ന് ആ മുക്കുവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചു. താൻ നിധി പോലെ സൂക്ഷിച്ചു വെച്ചിരുന്ന ഒരു മുത്ത് ഒരു ചെറിയ പേടകത്തിനകത്താക്കി മിഷണറിക്ക് അദ്ദേഹം സമ്മാനിച്ചു. ആ ചെറിയ പേടകം തുറന്നു നോക്കിയപ്പോൾ വളരെ തിളങ്ങുന്ന ആ മുത്ത് കണ്ടു. ഇതിൻ്റെ വില എത്രയെന്ന് പറഞ്ഞാൽ ഞാനത് നൽകാമെന്ന് ആ മിഷണറി ആ മുക്കുവനോട് പറഞ്ഞു. അതിന് ആ മുക്കുവൻ, ഇതിൻ്റെ വിലയോ എനിക്ക് പറയാൻ നിവൃത്തിയില്ല. ഇത് വില തീരാത്ത ഒരു നിക്ഷേപമായിട്ടാണ് ഞാൻ കരുതുന്നത്. അതിന് പ്രത്യേക കാരണമുണ്ട്. എൻ്റെ മകൻ കടലിൻ്റെ അടിയിൽ പോയി മുത്തുകൾ ശേഖരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ആ മുത്തുകൾ വിറ്റാണ് ഞങ്ങളുടെ ജീവിത സന്ധാരണം നടന്നുകൊണ്ടിരുന്നത്. ഒരിക്കൽ വിലയേറിയ മുത്തുകൾ തേടി സമുദ്രത്തിൻ്റെ ആഴത്തിലേക്ക് പോയ എൻ്റെ മകൻ ഈ മുത്തുമായിട്ടാണ് സമുദ്രത്തിൻ്റെ അഗാധതയിൽ നിന്ന് അവൻ പൊങ്ങി വന്നത്. അത്രയും നേരം സമുദ്രത്തിൻ്റെ അടിയിലായിരുന്ന എൻ്റെ മകൻ സമുദ്രത്തിൻ്റെ ഉപരിതലത്തിലേക്ക് വന്നപ്പോഴേക്കും അവൻ ഹൃദയം പൊട്ടി മരിക്കുകയായിരുന്നു. അന്നു മുതൽ ഈ മുത്ത് എൻ്റെ മകൻ്റെ സ്മരണയ്ക്കായി ഞാൻ വളരെ അധികം സൂക്ഷിച്ചു വെച്ചിരിക്കുകയായിരുന്നു. ഇതിനെന്ത് വിലയാണെന്ന് എനിക്കറിയില്ല. ഇത് കേട്ട് സ്വർഗത്തിലെ സകല മഹിമകളും വെടിഞ്ഞ് ഈ താണ ലോകത്തേക്ക് വന്ന രക്ഷകനായ ക്രിസ്തുവിനെ പറ്റി പറയുവാൻ ആ മിഷണറി ഈ അവസരം തക്കത്തിൽ ഉപയോഗിച്ചു. ഈ ലോക ജീവിതത്തിൽ ഏറ്റവും വിലയേറിയതെന്തെന്ന് നാം മനസ്സിലാക്കുകയും അത് കരസ്ഥമാക്കാൻ ശ്രമിക്കുകയും വേണമെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. ആ മുക്കുവനായ മനുഷ്യൻ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് യേശുവിൻ്റെ സ്നേഹത്തിലേക്ക് പ്രവേശിച്ചു.
ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, യേശുവിൻ്റെ സ്നേഹത്തെക്കാട്ടിൽ വലുതായി മറ്റൊന്നുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ മറ്റുള്ളതെല്ലാം നമുക്ക് വളരെ ചെറുതായി തോന്നും. ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ സ്നേഹത്താൽ നിങ്ങൾ ഓരോരുത്തരും നിറയപ്പെടട്ടെ. ഈ പുതിയ ദിവസം കർത്താവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരു വാക്കൊന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസത്തിനായി സ്തോത്രം. കർത്താവേ, അങ്ങയുടെ ആ സ്നേഹത്തിലേക്ക് പ്രവേശിക്കുവാൻ, കർത്താവെ അങ്ങയുടെ സ്നേഹത്തെ തിരിച്ചറിയുവാൻ, അങ്ങയുടെ സ്നേഹത്തിൽ നിറയുവാൻ, കർത്താവെ എല്ലാറ്റിലും ഉപരിയായി യേശുവിനെ സ്നേഹിപ്പാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും യേശുവിൻ്റെ സ്നേഹത്താൽ പൊതിയണമേ. അങ്ങയുടെ മക്കളെ എല്ലാവരെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. യേശുവേ, നിന്റെ രൂപമീ എൻ്റെ കണ്ണുകൾക്കെത്ര സൗന്ദര്യം. ശിഷ്യനാകുന്ന എന്നെയും നിന്നെ പോലെയാക്കണം മുഴുവൻ. ശിഷ്യനാകുന്ന എന്നെയും നിന്നെ പോലെയാക്കണം മുഴുവൻ. സ്നേഹമാം നിന്നെ കണ്ടവർ പിന്നെ സ്നേഹിക്കാതെ ജീവിക്കുമോ? ദഹിപ്പിക്കണം എന്നെ ശേഷം സ്നേഹം നൽകണം എൻ പ്രഭോ. ദഹിപ്പിക്കണം എന്നെ ശേഷം സ്നേഹം നൽകണം